നമസ്കാരം. ആത്മാക്കളായിട്ട് നിന്ന് അൻവർ സാദത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു പുതിയ വിഷയവുമായിട്ടാണ്. നമ്മൾ ഇന്ന് നാട്ടിലെ ഈ കൊറോണയ്ക്ക് ശേഷം കണ്ടുവരുന്ന ഒരുപാട് പ്രതിസന്ധികളാണ്. ഒരുപാട് ആൾക്കാരുടെ മാനസികപരമായ രോഗങ്ങൾ, ഭയം, അതേപോലെ തന്നെ ഉത്കണ്ഠ, ഡിപ്രഷൻ, ഇങ്ങനെയെല്ലാം വന്ന് ആൾക്കാർ തകർന്ന് പോകുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നു. നമ്മുടെ ക്ലിനിക്കിൽ ധാരാളം പേര് ദിവസവും വരുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും മാനസിക പ്രോബ്ലങ്ങളാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഈ മാനസിക പ്രതിസന്ധികളിലൂടെ ശരീരത്തിൽ പല ഭാഗങ്ങൾക്കും വേദന അനുഭവിക്കുന്നു. അതേപോലെ തന്നെ വയറ് സംബന്ധമായ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഈ കണ്ടുവരുന്നതൊക്കെയും ഈ മാനസികപരമായ പ്രശ്നങ്ങളിലൂടെയാണ് വരുന്നത്. നമ്മുടെ ഉത്കണ്ഠ, ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെയാണ് നമുക്ക് ദഹന ഇന്ദ്രിയങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുപോലെ കരള് രോഗങ്ങൾ ഒരുപാട് കണ്ടുവരുന്നു. കരള് രോഗങ്ങൾക്കും പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ചിന്ത അമിതമായാൽ, ചിന്തയുടെ പ്രോബ്ലം വന്നാൽ നമ്മുടെ കരളിനെയും അത് ബാധിക്കപ്പെടും എന്നതാണ്. അതൊക്കെ ഈ രോഗങ്ങളെയെല്ലാം ഈ കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല ആൾക്കാരും ഈ കൊറോണയ്ക്ക് പ്രതിവിധിയായിക്കൊണ്ട് ചില വാക്സിനുകൾ എടുത്തു. അതിന്ന് വേൾഡ് വൈയിൽ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. കാരണം അത് എൻ്റെ മേലിലേക്ക് ഇനി വലിയൊരു പ്രതിസന്ധിയായി തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. എന്നാലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാർക്ക് പല രോഗങ്ങളും കണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ് പാരാലിസിസ്, അതായത് ശരീരത്തെ തളർത്തുന്ന, ശരീരത്തെ ഫുള്ളായി നാഡികളുടെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്തിപ്പിച്ചുകൊണ്ട് കിടത്തിക്കളയുന്ന രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ ശരീരത്തിലെ നാഡികളെ ചുരുക്കിക്കൊണ്ട് ചെറിയ കുട്ടികൾക്കും അല്ലെങ്കിൽ ചെറിയ ആൾക്കാർക്കും ഒക്കെ ഹാർട്ടുകളെ ബ്ലോക്കാക്കി കൊണ്ടുപോകുന്ന പ്രതിസന്ധിയെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാഡികളെയെല്ലാം ബ്ലോക്കാക്കിക്കൊണ്ട് ശരീരത്തെ തളർത്തിക്കളയുന്ന ഒരു സാഹചര്യവും, ക്ഷീണം അമിതമാകുന്നതും, ശരീരത്തിൽ നീരുകൾ ധാരാളമായി വരികയും ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയുന്നതുമായ പ്രതിസന്ധികൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ആത്മാക്കളരി അടുത്ത ഒരു മാസത്തേക്ക് ആത്മാക്കളരി ഒരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് വളരെ റേറ്റ് കുറച്ചുകൊണ്ട് ശരീരത്തിന് ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ബ്ലഡിന്റെ സർക്കുലേഷനെ കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു ചികിത്സയെ നൽകിക്കൊണ്ട് ഒരു ഓഫർ കൊടുക്കുന്നു. അത് നമ്മുടെ തംബ്ലൈനിനകത്ത് വ്യക്തമായി എന്തൊക്കെയാണ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ചാനലുകൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. കാര്യം നമുക്ക് വേണ്ടത് ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തുകയും അവരെല്ലാം നമ്മളടുത്തേക്ക് ഓഫർ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മളടുത്തേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഫലം കിട്ടും എന്നതുകൊണ്ടാണ് നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നും തിരിച്ചും ഒരു സഹകരണം നമ്മൾ ചെയ്യുന്നു. അതാണ് ഒരു ഓഫർ നൽകുന്നത്. നമ്മളും ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളും ഇവിടെ ഇരിക്കുന്ന അത് ഒരിക്കലും ആരും ഈ വീഡിയോ ചെയ്യുന്നത്, നേരത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു, ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരു പരസ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ പരസ്യമാണ്, അത് നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറയുമ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയല്ല എന്നല്ല. നമുക്കും കാശ് വേണം, നമുക്കും ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതിന് ഒരുപാട് ട്രോള് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നത്, പരസ്യം കൊടുക്കുന്നതൊക്കെ പ്രചരിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ യൂട്യൂബിലും അല്ലെങ്കിൽ കാണുന്നവരൊക്കെ കാശുണ്ടാക്കുന്നില്ല. പക്ഷെ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ജീവിതമാർഗം ഇതാണ്. ഇത് കേട്ട നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.